എന്നോട് പത്രക്കാരും ടി വിക്കാരും ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഹരിദാസേട്ടന് മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം? 80 വർഷങ്ങൾക്ക് മുമ്പ് പുന്നൂർക്കുളത്ത് വെച്ച് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അന്നത്തെ നായർ സമുദായ പ്രകാരം അച്ഛൻ മരിച്ചാൽ അമ്മ തലയിൽ ഒരു ഓടിത്തൂർത്ത് കെട്ടി വടക്കേ ഭാഗത്തെ വാതിൽ കടന്ന് വീട്ടിലേക്ക് പോരാ എന്നെ വയറ്റിലിട്ട് എൻ്റെ അമ്മ കൊണ്ടുവന്നു. ഒട്ടേറെ കൃഷിഭൂമികളുള്ള 100 കണക്കിന് കൃഷിഭൂമികളും തെങ്ങിൻ തോട്ടങ്ങളുമുള്ള കുടുംബത്തേക്ക് എന്നെ വയറ്റിലിട്ടേക്ക് കൊണ്ടുവന്നു. എൻ്റെ കാര്യസ്ഥന്മാർ മുഴുവൻ മുസ്ലിമായിരുന്നു. എൻ്റെ മെയിൻ കാര്യസ്ഥൻ്റെ പേര് കുഞ്ഞുമരക്കാരെന്നായിരുന്നു. കുഞ്ഞുമരിക്കാർ കെട്ടിയ ബെൽറ്റാണ് ഈ കാണുന്ന ബെൽറ്റ്. ഇന്നും ആ ബെൽറ്റ് എൻ്റെ അരയിലുണ്ട്. അങ്ങനെ ഞാൻ കൊച്ചുകുട്ടിയായി വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്ത കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ സമയം പിടിക്കും. ഞാൻ വളരുമ്പോൾ എൻ്റെ അമ്മ ചെയ്തത് എൻ്റെ ഗ്രാമത്തിലെ 41 മുസ്ലിം കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ആദ്യമായി എൻ്റെ അമ്മ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. എന്നോട് പത്രക്കാരും ടി വിക്കാരും ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ഹരിദാസേട്ടന് മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം? അവിടെ നിന്ന് തുടങ്ങുന്നു ബന്ധം. ആ ബന്ധമാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. വയ്യെങ്കിലും ഞാൻ ഓടി വന്ന ആ ബന്ധമാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 13-ാം വാർഡിൽ നെയ്തല്ലൂർ എന്ന പ്രദേശത്ത് 2ാമത്തെ പള്ളി അമ്മ ഉണ്ടാക്കുന്നു. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. എൻ്റെ പോത്തനൂർ പള്ളി പാണേക്കാൽ ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് 65 ലക്ഷം രൂപ ചെലവഴിച്ച് 2ാമത് നന്നാക്കി. എന്നെ വിളിച്ചു, നീ വരണം ഹരി, അമ്മ കൊടുത്ത സാധനം അടക്കി വച്ചിട്ടുണ്ട്, നീ വന്ന് കാണണം, എൻ്റെ കൂടെ നീ അവിടെ സംസാരിക്കണം. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ആ കുടുംബം ഒരു മതേതരത്വത്തിൻ്റെ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുടുംബം ഒരു മതേതരത്വത്തിൻ്റെ കുടുംബമാണ്. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമുക്കൊന്നിച്ച് നിൽക്കണം. അതുമാത്രമല്ല എൻ്റെ അമ്മ ചെയ്തത്, എൻ്റെ സിമെൻറ്റ് മുറ്റത്ത് വെച്ച് അങ്ങ് തങ്ങന്മാരെ വരുത്തി അമ്മ കോൽക്കളി പഠിപ്പിക്കുന്നു. മുസ്ലിം കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കുന്നത് കണ്ടു വളർന്നവനാണ് ഞാൻ. അതുമാത്രമല്ല, ഒരു പെട്രോമാക്സ് വയ്ക്കും, വീരാവുണ്ണി എന്ന കാര്യസ്ഥൻ പെട്രോമാക്സ് അടിക്കും. ഞാൻ കുട്ടിയായ ഞാനത് നോക്കിക്കാണും. അവിടെ വെച്ച് അമ്മ ദമ്പ് മുട്ടി പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഒരാശാരിയെ ഇരുത്തി എൻ്റെ കയ്യാലയിൽ വെച്ച്, അന്ന് ഓത്തുവലകളാണ്, വലിയ ഓത്തുവലകൾ, അത് ആശാരിയെ വെച്ച് അമ്മ ഉണ്ടാക്കി മൊയ്തുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു ഓരോ വീട്ടിലേക്കും. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഞാനൊരു ദിവസം കൊണ്ട് മറക്കുക? എങ്ങനെ മറക്കും? എൻ്റെ അമ്മ മരിക്കുന്നത് വരെയും എൻ്റെ അമ്മ സിമെൻറ്റ് മുറ്റത്ത് വെട്ടും കുത്തുമുള്ള റാത്തീവ് നടത്തിയിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം നടത്താൻ ആളെയും കിട്ടണില്ല, ഒന്നുമില്ല. അവസാനം അദ്ദേഹം പോയി എന്ന് തോന്നുന്നു. സെയ്ദ് മുഹമ്മദ് തങ്ങൾ, വലിയ പള്ളിയുടെ സെക്രട്ടറി, ഇപ്പോൾ കണ്ടു ഞങ്ങളമ്മ, തങ്ങളോട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ് തങ്ങളെ നമുക്കൊന്ന് നടത്താം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ചിലവുണ്ട്, ചിലവൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ഇതൊക്കെ കണ്ടു വളർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായുള്ള ബന്ധം എല്ലാം അമ്മയുണ്ടാക്കിയത്. അമ്മ എല്ലാ പള്ളിയിലേക്കും വെള്ളിയാഴ്ച ദിവസം വെളിച്ചെണ്ണ, അരി, കാശ് കൊടുത്തയച്ച് കണ്ടു വളർന്നവനാണ് ഞാൻ. അതിന് മൊയ്തു എന്ന കാര്യം കൊണ്ട് നടക്കുക എല്ലാ സ്ഥലങ്ങളിലേക്കും. പിന്നെ നിങ്ങളെ സ്നേഹിക്കണ്ടേ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഞാനതൊക്കെ പറയാൻ സമയം പിടിക്കും.